സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണമാണ് സർക്കാരിന് ബി.ജെ.പിയുമായി ബന്ധമുണ്ട് എന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനുമെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം പോലും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നതിനിടയിൽ മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൂടെയെല്ലാം പ്രതിപക്ഷം ഉന്നം വയ്ക്കുന്നത് മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ LDF സർക്കാരിന് ബി.ജെ.പിയുമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ്. പല ഘട്ടങ്ങളിലും ഇടത് നേതാക്കൾക്ക് ബി.ജെ.പി ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ മിക്ക ആരോപണങ്ങളിലും പ്രകടമാണ്. എന്നാൽ ഇത്തരം ആരോപണങ്ങളെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ബി.ജെ.പിയുമായി ബന്ധമുള്ളത് ഇടതുപക്ഷത്തിനല്ല, നേരെ മറിച്ച് പ്രതിപക്ഷത്തിനാണെന്ന് കൂടുതൽ വ്യക്തമായിരിക്കുക കൂടിയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലെങ്കിൽ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് ബി.ജെ.പി ബന്ധം വ്യക്തമാക്കി തന്നതാകട്ടെ കോൺഗ്രസിലെ മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും. കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തി സംസാരിച്ചത് ഇപ്പോൾ ചർച്ചയാവുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള തുടർച്ചയായ നിലപാടുകളുടെ പേരിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരളത്തിൽ ശക്തമായ വികാരം നിലനിൽക്കെയാണ് തിരുവഞ്ചൂർ ഇത്തരത്തിൽ പ്രസംഗത്തിലൂടെ ആശംസകൾ അറിയിച്ചത് എന്നത് കോൺഗ്രസ് നേതാക്കളെ പോലും അത്ഭുതപ്പെടുത്തുന്നതുമാണ്. എല്ലാ വിഘ്നങ്ങളും മാറി അടുത്ത 5 വർഷം കൂടി കേരളത്തിൽ തുടരാൻ ഗവർണർക്ക് കഴിയട്ടെ എന്നായിരുന്നു ഗവർണറോടുള്ള കോൺഗ്രസ് നേതാവിന്റെ ആശംസ. തീർച്ചയായും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഈ ആശംസ അറിയിക്കൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നതാണ്. കാരണം ഇത്രയും കാലം ഗവർണറുമായുള്ള സർക്കാരിന്റെ തുറന്ന പോരിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്ന പ്രതീതിയാണ് പ്രതിപക്ഷം വരുത്തി തീർത്തത്. ഗവർണർക്കെതിരെയുള്ള സർക്കാരിന്റെ നിലപാടിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടെന്ന് പുറമെ പറയുകയും എന്നാൽ അതെല്ലാം തന്നെ വെറും പാഴ്വാക്കുകൾ മാത്രമാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ തെളിയിക്കുകയുമാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. ഗവർണറുടെ പല നിലപാടിനെതിരെ ഇടതുപക്ഷ സർക്കാരിന്റെ വിദ്യാർത്ഥി സംഘടനയായ SFI ഉൾപ്പെടെ രംഗത്തെത്തുകയും ഗവർണർക്കെതിരെ സമരം ചെയ്യുകയും ചെയ്തിരുന്നു. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന വിഷയത്തിൽ ഉൾപ്പെടെ ഗവർണർ സർക്കാർ പോര് കേരളം കണ്ടതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ എല്ലാ അനീതിക്കുമെതിരെ നിർത്താതെ പോരാട്ടം നടത്തിയത് ഇടതുപക്ഷമായിരുന്നു. എന്നാൽ തികച്ചും വിഭിന്നമായൊരു നിലപാടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഗവർണർക്കെതിരെയുള്ള പോരിൽ പ്രതിപക്ഷവും സർക്കാർ നിലപാടിനൊപ്പം എന്ന വാക്കുകൊണ്ടുള്ള ഉറപ്പ് മാത്രമായിരുന്നു ഉണ്ടായത്. എന്നാൽ യാതൊരുവിധ നടപടിയും അവർ സ്വീകരിച്ചിരുന്നില്ല. ഇതെല്ലാം തന്നെ ബി.ജെ.പിക്ക് കോൺഗ്രസ് നൽകുന്ന പിന്തുണയാണ് വെളിവാക്കിയത്. മാത്രമല്ല, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് കൂടി ചർച്ചയാകുമ്പോൾ കോൺഗ്രസ് ബി.ജെ.പി ബന്ധമാണ് മറനീക്കി പുറത്തുവരുന്നത്. സർക്കാരിന് ബി.ജെ.പിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ആരോപിച്ച പ്രതിപക്ഷത്തിന്റെ എല്ലാ വാദങ്ങളും പൊളിച്ചെഴുതുന്നതാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാക്കുകൾ. അതേസമയം ആരിഫ് മുഹമ്മദ് ഖാനെ കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് ഉടൻ മാറ്റില്ല. ഗവർണർ പദവിക്ക് സമയപരിധി ഇല്ലെങ്കിലും 5 വർഷം പൂർത്തിയാകുമ്പോൾ മാറ്റുന്നതാണ് കേരളത്തിന്റെ കാര്യത്തിൽ സാധാരണ നടക്കാറുള്ളത്. ഗവർണർ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് 5 വർഷം പൂർത്തിയാക്കും. കഴിഞ്ഞ 5 വർഷം കണ്ടത് ഗവർണർ സർക്കാർ പോരിന്റെ പരമ്പരയായിരുന്നു. രാജ്യത്ത് ആകെയുള്ള ഒരു ഇടതുപക്ഷ സർക്കാരിനെ വിവിധ വിഷയങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിസന്ധിയിലാക്കിയതിൽ കേന്ദ്രത്തിന് വളരെയധികം സന്തോഷമുണ്ട്. സർക്കാരുമായി നിരന്തരം നടത്തിയ ഏറ്റുമുട്ടലുകൾ ബി.ജെ.പിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന വിലയിരുത്തൽ കേന്ദ്ര ഭരണ നേതൃത്വത്തിനുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്കുള്ള അധികാരം അദ്ദേഹം ഫലപ്രദമായി ഉപയോഗിച്ചത് ആ രംഗത്തുള്ള അഴിമതി പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. സർക്കാരുമായുള്ള തർക്കങ്ങളുടെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും 5 വർഷം പൂർത്തിയാക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാല വിഷയങ്ങൾ മുതൽ ഏറ്റവും ഒടുവിൽ VC-മാരുടെ നിയമനത്തിൽ വരെയും സർക്കാരും ഗവർണറും തമ്മിൽ കൊമ്പുകോർത്തിരുന്നു. ഗവർണർ പദവിക്ക് 5 വർഷമാണ് കാലാവധിയെന്ന് കൃത്യമായി നിശ്ചയിച്ചിട്ടില്ല.
ഭരണഘടനയുടെ 156 വകുപ്പ് പ്രകാരം 5 വർഷത്തേക്കാണ് ഗവർണർ നിയമനമെങ്കിലും പുതിയ നിയമനം വരുന്നതുവരെ നിലവിലുള്ള ആൾക്ക് പദവിയിൽ തുടരാനാകും. കാലാവധി കഴിയുന്നതിനു മുൻപ് പുതിയ നിയമനത്തിനുള്ള വിജ്ഞാപനം വന്നില്ലെങ്കിൽ നിലവിലുള്ള ഗവർണർക്ക് തൽസ്ഥാനത്ത് തുടരാനാകും. അതിന് കാലാവധി നിശ്ചയിച്ചിട്ടില്ല. പുതിയ ഗവർണറെ നിയമിക്കുന്നതുവരെ മാസങ്ങൾ അങ്ങനെ തുടരുന്ന രീതിയുമുണ്ട്. 2019 ജൂലൈ 29 മുതൽ ഇതുവരെ ആനന്ദിബെൻ പട്ടേൽ ഗുജറാത്ത് ഗവർണർ സ്ഥാനത്ത് പ്രവർത്തിക്കുകയാണ്. 5 വർഷം തികയുന്ന ദിവസം മുൻഗാമി പി സദാശിവം മാറിയിരുന്നു. എന്നാൽ ഗവർണറെ നിയമിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതായത് പുതിയ ഗവർണറെ നിയമിക്കുന്നത് വരെ ആരിഫ് മുഹമ്മദ് ഖാന് തുടരാം എന്നർത്ഥം. ആഴ്ചകൾക്ക് മുൻപ് രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും ആരിഫ് മുഹമ്മദ് ഖാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലും ഗവർണർ സ്ഥാനത്ത് തുടരുന്ന കാര്യത്തിൽ തീരുമാനങ്ങൾ ഒന്നും അറിയിച്ചിരുന്നില്ല. സംസ്ഥാനത്തെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റുന്നില്ല എന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നതെല്ലാം. അങ്ങനെയെങ്കിൽ സർക്കാർ ഗവർണർ പോരിന്റെ പുതിയ മുഖമാണ് കാണാനിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. എന്തായാലും ഈ സാഹചര്യത്തിൽ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ കൂടി പുറത്തു വന്നതോടെ കോൺഗ്രസ് വെട്ടിലായിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ.